വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പീസ് ആൻഡ് ലവ് റോസാണ്. ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, നാളെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്ക് കൊറിയർ ഉണ്ട്. അപ്പോൾ 10 റോസ് കോംബോ ഒക്കെ ഓർഡർ ചെയ്തവർക്ക്, ഡിലേ ആയവർക്കെല്ലാം നാളത്തെ ദിവസം തന്നെ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഇത് ലാവൻഡർ റോസാണ്. ലാവൻഡർ റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഹൈറ്റുള്ള നല്ല ബ്രാഞ്ചസൊക്കെയുള്ള തൈകളെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. 2 ദിവസം നമ്മൾ മാക്സിമം കൊറിയർ എല്ലാം അയച്ച് തീർക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കാരണം ഈ വരുന്ന വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് നമുക്ക് വ്യാഴം ഒന്നും കൊറിയർ അയക്കാൻ പറ്റില്ല. അപ്പോൾ തിങ്കളും ചൊവ്വയും മാത്രമായിരിക്കും കൊറിയർ ഉണ്ടാവുക. മാക്സിമം ഉള്ളവർക്കെല്ലാം നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ലേം വാർണയെന്ന് പറയുന്ന ഈ ഒരു റോസാണ് സെയിലിനായിട്ട് എത്തിച്ചിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ഇതിനകത്ത് ആഡ് ചെയ്തതും ആഡ് ചെയ്യാത്തതൊക്കെ ആയിട്ടുള്ള റോസസ് ഉണ്ട്. ബിസ്ക്കറ്റ് റോസ് വരുന്നുണ്ട്, അതേപോലെ മിനിയേച്ചർ ഓർക്കിഡ് റോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൻ്റെ സെയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു അടിപൊളി ഓഫർ വരുന്നുണ്ട് നമ്മുടെ അവധി പ്രമാണിച്ചിട്ട്. അപ്പോൾ ആ ഓഫറൊക്കെ എന്താണെന്ന് അറിയണമെന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ കഴിയുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കയറി കാണുകയോ ചെയ്യുന്നത്. അന്നേരം പിന്നെ ഓഫർ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 1 ദിവസത്തെ ഓഫർ, അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ ഓഫർ, 3 ദിവസത്തെ ഓഫറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് ഓഫർ കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓറഞ്ച് മിനിയേച്ചർ റോസാണ്. ഓറഞ്ച് മിനിയേച്ചർ ഉണ്ട്, യെല്ലോ മിനിയേച്ചർ ഉണ്ട്, വൈറ്റ് കമ്മലുണ്ട്. അതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ തന്നെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടൊരു കോംബോ അല്ല, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൺ റൂട്ടഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൺ റൂട്ടഡിൻ്റെ മാത്രമായിട്ടുള്ളൊരു കോംബോ. പിന്നെ നമ്മുടെ ലോഡിൽ വന്നേക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പേഴ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് ക്രീപ്പേഴ്സിൻ്റെ വീഡിയോ കാണുക. വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ക്രീപ്പർ റോസിന് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രീപ്പറിൻ്റെ വീഡിയോ കാണുക. അതോടൊപ്പം നാളെ മുതൽ നമുക്ക് പാക്കിംഗ് ഉണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാക്സിമം ഉള്ളവർക്ക് നമ്മുടെ DTDC ത്രൂ ആയിരിക്കും പ്ലാന്റ്സ് അയക്കുന്നത്. അയച്ചോടൻ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ഇൻഫർമേഷൻ തരാം. നിങ്ങൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കളക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം പിന്നീട് വരുന്ന അവധി ദിവസങ്ങളിലാണ്. എന്തെങ്കിലും കാരണത്താൽ കുടുങ്ങിപ്പോക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ശനിയാഴ്ചയ്ക്കായിരിക്കും പ്ലാന്റ്സ് കിട്ടുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്കത് പ്ലാന്റ് ഡാമേജ് ആയിട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്ലാന്റ്സ് സ്ഥലത്തെത്തിയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യാതെ 2-3 ദിവസം ഡിലേ ആയിട്ടൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 2-3 കേസസ് അങ്ങനെ ഉണ്ടായി. പ്ലാന്റ്സ് എത്തിയിട്ട് അവിടെ നിന്ന് ഇൻഫോം ചെയ്തിട്ടും പ്ലാന്റ് പോയി കളക്ട് ചെയ്യാതിരുന്നിട്ട് നമ്മളെടുത്ത് വന്ന് പ്ലാന്റ് കേടായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി റീപ്ലേസ്മെൻ്റ് ഒന്നും ചെയ്ത് തരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്നാണ് പ്ലാന്റ്സ് നമ്മളിവിടെ നിന്ന് അയച്ചതെന്നും എന്നാണ് നിങ്ങളുടെ അവിടുത്തെ ബ്രാഞ്ചിൽ എത്തിയതെന്നും ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇനി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന റേഞ്ചിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ കളക്ട് ചെയ്യാതെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇനി പ്ലാന്റ് കേടായി പോകുമെന്ന് പറഞ്ഞ് റിട്ടേൺ അയക്കുക, അല്ലെങ്കിൽ അത് പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തരിക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ അതിന് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തരുന്നതായിരിക്കില്ല. അല്ലാതെ നിങ്ങൾക്ക് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ അയച്ചു, കൊറിയറിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണം അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്തിച്ച് തരാത്തത് കാരണം എന്തെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 4 ദിവസം വൈകി കിട്ടി, പ്ലാന്റ് മോശമായി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. റീഫണ്ട് അല്ല, റീപ്ലേസ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ നാടൻ മഞ്ഞ റോസാണിത്. ഇതിൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ്. ഞാൻ ഇന്നലെ ലോഡ് എത്തിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിനകത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എല്ലാം കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്.
പിന്നെയുള്ളത് ദേ ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ്. ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓൺ റൂട്ടഡ് നാടൻ ബഡ്ഡിങ്ങും ഒക്കെ മിക്സഡ് ആയിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷനായിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ പ്ലേസ് വരുന്നത് കാട്ടാക്കട അമ്പലത്തിൻകാല. പ്രോപ്പർ പ്ലേസ് അമ്പലത്തിൻകാലയാണ്. ഇവിടെ ഉദയ സ്റ്റോറിനടുത്തായിട്ടാണ്. നിയറസ്റ്റായിട്ട് ഒരു സാൽവേഷൻ ആർമി ചർച്ച് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് കൊറിയർ ത്രൂ അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരാം കേട്ടോ. നമ്മുടെ ഹോം ഡെലിവറി വരുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് കുറച്ച് ലൊക്കേഷൻസിലൊക്കെ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഹോം ഡെലിവറിക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിൽ ഹോം ഡെലിവറി നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് പ്ലാൻസ് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും. ഇത് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ. അപ്പോൾ ഹോം ഡെലിവറിയൊക്കെ അന്വേഷിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഹോം ഡെലിവറി ചെയ്തു തരാൻ പറ്റും. മിനിമം 5 പ്ലാൻസ് ആണ് കേട്ടോ ഹോം ഡെലിവറിയിൽ വരുന്നത്. 5 പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഹോം ഡെലിവറി ചെയ്യുക. ഒരു പ്ലാന്റ് 2 പ്ലാന്റൊക്കെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരുന്നത് നഷ്ടമാണ്. പിക്കപ്പിലാണ് വരുന്നത്. അപ്പോൾ ഒരു പ്ലാന്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മിനിമം 5 പ്ലാന്റ് പറയുന്നത് കേട്ടോ. പിന്നെന്താ, നമ്മുടെ അറേബ്യൻ ജാസ്മിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറേബ്യൻ ജാസ്മിൻ്റെ തൈയുടെ സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടെ. ഇന്നാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസ്, ഹെറോഗേറ്റ്, അതുപോലെ തന്നെ നിസോ ഫ്ലമിംഗോ, പിന്നെന്താ ഓർക്കിഡ് റോസ് വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ്, ബിസ്ക്കറ്റ് റോസ് വരുന്നുണ്ട്. നമ്മുടെ ലാവൻഡർ ഷെയ്ഡിലുള്ള റോസ്, തഞ്ചാവൂർ റോസ്. അപ്പോൾ ഇതൊക്കെ ഇപ്രാവശ്യത്തെ ലോഡിൽ വന്നേക്കുന്നതാണ്. പിന്നെ നമ്മുടെ പാക്കിങ്ങും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കുറേ ദിവസമായി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിനിപ്പോൾ നാളത്തെ പാക്കിങ്ങും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മുടെ അയക്കുന്ന പ്ലാനിൻ്റെ സൈസും എങ്ങനെയാണ് പ്ലാൻസാണ് അയക്കുക എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആരും വിഷമിക്കേണ്ട, ഉടനെ തന്നെ ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള കൊറിയർ അയക്കുന്നതായിരിക്കും കേട്ടോ. ഇത് ഗ്രീൻ റോസാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പച്ച റോസാണ് കേട്ടോ. പച്ച റോസ് ഒരിക്കലും നമ്മൾ പച്ച റോസൊന്നും കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല. പക്ഷേ ഇത് ഗ്രീൻ റോസാണ്. നല്ല ഭംഗിയാണ്. എല്ലാ കളറിലെ പൂക്കളും ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ ഗാർഡനിലൊരു പേഴ്സണൽ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഗ്രീൻ റോസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ബ്ലാക്ക് റോസാണ്. ഗ്രീനും ബ്ലാക്കും ഒക്കെ റെയറായിട്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഒരു ലോഡിൽ നമുക്ക് ഒരുപാടൊന്നും കിട്ടാനായിട്ട് സാധ്യത കുറവുള്ള റോസാണ് ഗ്രീനും. അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നാടൻ യെല്ലോ റോസും. നാടൻ യെല്ലോ റോസും നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഇത്തവണ സെയിലിനായിട്ട് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എത്ര പ്ലാൻസ് ആണോ വേണ്ടതെന്നുള്ളത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള പ്ലാൻസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ എല്ലാം ഉള്ളത്. വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരിക. താങ്ക് യു.